കാഞ്ഞങ്ങാട്ട് തിയേറ്റർ പോര്. ഓൺലൈൻ സീറ്റ് ബുക്കിംഗിൽ തട്ടിപ്പ് നടത്തി സിനിമാ തിയേറ്റർ കാലിയാക്കുകയും 1.5 ലക്ഷം രൂപ നഷ്ടം വരുത്തുകയും ചെയ്തുവെന്ന പരാതിയിൽ മറ്റൊരു തിയേറ്റർ ഉടമയുടെ പേരിൽ ഹോസ്ദുർഗ് പോലീസ് കേസെടുത്തു. കാഞ്ഞങ്ങാട് BGM തിയേറ്റർ ഉടമ PK ഹരീഷിനെതിരെയാണ് കേസ്. കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്റർ ഉടമ രാജ്കുമാറാണ് പരാതിക്കാരൻ. ആഴ്ചകൾക്ക് മുൻപ് പ്രദർശനത്തിനെത്തിയ രേഖാചിത്രം എന്ന സിനിമയുടെ 2 ഷോ മുടങ്ങിയതിനെ തുടർന്നാണ് കാഞ്ഞങ്ങാട് ദീപ്തി തിയേറ്റർ ഉടമ രാജ്കുമാർ പരാതി നൽകിയത്. സീറ്റ് ബുക്ക് ചെയ്ത ശേഷം 9 മിനിറ്റിനുള്ളിലെ പണമടക്കേണ്ടതുള്ളൂ. 9-ാം മിനിറ്റിന് തൊട്ടു മുൻപ് ബുക്ക് ചെയ്തത് മുഴുവൻ റദ്ദാക്കും. ഉടൻ വീണ്ടും ബുക്ക് ചെയ്യും. ഇങ്ങനെ ഓരോ 9 മിനിറ്റിലും സീറ്റുകൾ ബുക്ക് ചെയ്തുകൊണ്ടേയിരുന്നു. ഓൺലൈനിൽ ബുക്ക് ചെയ്യുന്നവർ ബുക്ക് മൈ ഷോ ആപ്ലിക്കേഷൻ തുറന്നാൽ എല്ലാ സീറ്റുകളും ബുക്ക് ചെയ്തതായി കാണും. തിയേറ്ററിലെ കൌണ്ടറിൽ നിന്ന് ടിക്കറ്റ് വിതരണം ചെയ്യാൻ നോക്കുമ്പോൾ ഒരു സീറ്റിൽ പോലും ബാക്കിയില്ലാതെ എല്ലാം ബുക്ക് ചെയ്തിരിക്കും. സിനിമ തുടങ്ങിയപ്പോൾ ഒരാൾ പോലും എത്തിയില്ല. ബുക്ക് മൈ ഷോ ആപ്പിൽ നോക്കിയപ്പോൾ മുഴുവൻ ടിക്കറ്റുകളും റദ്ദാക്കിയതായി കാണുകയും ചെയ്തു. മോർണിംഗ് ഷോയും മാറ്റിനിയുമാണ് മുടങ്ങിയത്. ആപ്ലിക്കേഷനിൽ സാങ്കേതിക തകരാർ സംഭവിച്ചതായിരിക്കാമെന്നാണ് ആദ്യം കരുതിയത്. പിന്നീട് സംശയം ബലപ്പെട്ടതിനെ തുടർന്ന് രാജ്കുമാർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു. മാർച്ച് 12-ാം തീയതിയാണ് ഈ സംഭവം ഉണ്ടായിരിക്കുന്നത്. കാരണം രേഖാചിത്രം എന്ന സിനിമ ഇവിടെ പ്രദർശിപ്പിക്കുമ്പോൾ രാവിലെ 8 മണി മുതൽ ബുക്കിംഗ് സൈറ്റ് ഫുള്ളായി കിടക്കുന്നതായി കണ്ടു. പിന്നീട് അത് ബ്ലോക്ക് ചെയ്യുന്നതാണ് നമുക്ക് മനസ്സിലായി. മനഃപൂർവ്വം സീറ്റുകളൊക്കെ ബ്ലോക്ക് ചെയ്തിട്ടിട്ട് ബുക്കിംഗ് ചെയ്യാതെ അത് ഉച്ചയ്ക്ക് ഒരു 1:30 വരെ ഈ പ്രവണത തുടർന്നു. ഞങ്ങൾ ബുക്ക് മൈ ഷോ ആപ്പുമായി ബന്ധപ്പെട്ടപ്പോൾ ഇത് മനഃപൂർവ്വം ആരാ ചെയ്യുന്നതെന്ന് മനസ്സിലായി. സൈബർ സെല്ലിൽ പരാതിപ്പെടുകയും പോലീസ് അന്വേഷിച്ച് ബുക്ക് മൈ ഷോൻ്റെ ഡാറ്റയും കേരള വിഷൻ്റെ IP ഒക്കെ എടുത്ത് അവസാനം ആളെ കണ്ടെത്തി. നിർഭാഗ്യവശാൽ അത് നമ്മുടെ സമീപത്തെ തിയേറ്ററിൻ്റെ ഉടമയുടെ മകനാണ്. സൈബർ പോലീസിന്റെ സഹായത്തോടെ നടത്തിയ അന്വേഷണത്തിലാണ് തട്ടിപ്പ് പുറത്തായത്. ആപ്ലിക്കേഷനിലെ പണമടക്കുന്ന രീതിയിലെ ന്യൂനത മനസ്സിലാക്കിയാണ് തട്ടിപ്പ്. സംസ്ഥാനത്ത് സമാന രീതിയിൽ ഓൺലൈൻ സീറ്റ് ബുക്കിംഗ് തട്ടിപ്പുകൾ നടന്നിട്ടുണ്ടോ എന്നാണ് സംശയം. ന്യൂസ് ബ്യൂറോ, കാഞ്ഞങ്ങാട്.